ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോട്ടയത്ത് നെഹ്റു സ്റ്റേഡിയത്തിലാണ്. 1972 പണി കഴിപ്പിച്ച സ്റ്റേഡിയം ഇത്. ഇപ്പോൾ ഇത് കിടക്കുന്ന കിടപ്പ് കണ്ടോ? അന്ന് പണിതല്ലാതെ പിന്നെ ചെയ്തേക്കുന്ന ഇവിടെ നിൽക്കുന്ന ഈ ഒരു ഗാലറി മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റൊരു സംഭവങ്ങളും ഈ ഒരു 10-40 വർഷത്തിനിടയ്ക്ക് ഇവിടെ 50 വർഷത്തിനിടയ്ക്ക് ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതിൻ്റെ കിടപ്പ് കണ്ടോ? എന്തൊരു ശോചനീയമായ അവസ്ഥയാണ് നോക്കി. ഈ ഗാലറിയാണ് 50 വർഷത്തിനിടയ്ക്ക് പണിത് ആകെപ്പാട് ഇതിൻ്റെ അകത്തുണ്ടായ ഒരു വികസനം. കോട്ടയം ജില്ലയിലെ ഏറ്റവും മെയിൻ സ്റ്റേഡിയമാണ്. അതിൻ്റെ കിടക്കുന്ന കിടപ്പ് കണ്ടോ? കണ്ടത്തി പുല്ല് കയറി കിടക്കുന്നോട്ടെ ഇത് കിടക്കുന്നത്. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച്. ഈ ഒരു കാര്യം കൂടെ കാണിച്ചാൽ ഇതുണ്ടോ? ഇത് ജമ്പിങ് പിറ്റാണ്. ഇതുണ്ട്, ഇവിടുന്ന് വേണം ലോങ് ജമ്പ് ചെയ്യുന്ന സ്ഥലമേ. കുഞ്ഞുങ്ങൾ ചെയ്യുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസം രാവിലെ വന്നപ്പോൾ ചാടുന്നതാണ്ടാ. നന്നായിട്ടൊന്ന് ചാടിക്കഴിഞ്ഞാൽ അവരുടെ കാലൊടിഞ്ഞു പോകും. ആ തരത്തിലാണ് ഇത് കിടക്കുന്നത്. ഇതുകൊണ്ടോ? ഇവിടെയൊന്നും ചാടാനൊന്നും പറ്റുകയില്ല, മണ്ണില്ല. ഒന്നാമത് ഈ ലെവലിൽ മണ്ണ് കിടക്കണ്ടേ, ഇതിനെ മേളി മണ്ണ് കിടക്കണ്ടേ. മണ്ണാണെങ്കിൽ ഉറച്ച് കിടക്കുക താഴത്തെല്ലാം. ഇങ്ങനൊന്നും അല്ല ഇത് കിടക്കണ്ടേ. അങ്ങനെ പിള്ളേർക്ക് പരിശീലനത്തിനുള്ളൊരു സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നെറ്റ്സിൽ പരിശീലിക്കുന്ന സ്ഥലം കേട്ടോ, ക്രിക്കറ്റ് പരിശീലിക്കുന്ന സ്ഥലമാണ് ഇത്. അവിടെ നിൽക്കുക. നെറ്റ്സ് ക്രിക്കറ്റിൻ്റെ ബോളിങ്ങും ബാറ്റിങ്ങും പരിശീലിക്കുന്ന സ്ഥലമാണ് ഇത്. നെറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കിടപ്പ് കണ്ടോ? അങ്ങാപ്പുറമുണ്ട്, ഇവിടെ ഉണ്ട്. 2 നെറ്റ്സാണ് ഇവിടെ പണിതിട്ടേക്കുന്നത്. ഒരു പ്രയോജനമില്ല, കിടന്ന് നശിക്കുക.